ഒത്തുകൂടിയ വിദ്യാർത്ഥിനികൾ, പാരന്റ്സ്, അർഹമുറഹ്മാനായ റബ്ബ് ഈ മഹനീയമായ സംരംഭം സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിച്ച് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇതിന്റെ സംഘാടകർ ഇത് തുടങ്ങിയത് അതിനെല്ലാം അർഹമായ പ്രതിഫലം ജഗന്യന്താവായ റബ്ബ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ സ്വാഗതത്തില് സൂചിപ്പിച്ചതുപോലെ കാരണവശാൽ മീലാദ് ഫെസ്റ്റ് റബീഉൽ ആഖിറിലാണ് സർവ്വസാധാരണ നടത്തി വരാറുള്ളത് എന്ന് അറിയാൻ സാധിച്ചു. കാരണം എക്സാമും മറ്റുള്ള തിരക്കുകളും കാരണം വിശാലമായ ഒരു ടൈമിൽ തന്നെ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മാസത്തില് 2 പരിപാടി കൂടി ഒന്നിച്ച് നടത്തുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഏതായാലും നമ്മുടെ മക്കളുടെ കലാപരിപാടികളെല്ലാം മക്കളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന അവരുടെ പ്രതിഭ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. മക്കളുടെ ഭാവി ഏതു രൂപത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു സൗകര്യം കൂടിയാണ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ. കാരണം ഓരോരോ മക്കളും ഓരോ തരത്തിലായിരിക്കും. എല്ലാവരുടെ കഴിവും ഒരുപോലെയല്ല. ഒരു കൈക്ക് 10 വിരലുകളുണ്ട് എങ്കിൽ ആ ഓരോരോ വിരലുകളും ഓരോരോ വലുപ്പത്തിലും ഓരോരോ വണ്ണത്തിലും ഓരോരോ ഉപയോഗത്തിലും ഒന്നുകൂടി ഒത്തുപിടിച്ചാൽ പിന്നെ പ്രത്യേക ഒരു യൂസ് കൂടിയാണ് നമ്മുടെ ഓരോരോ വിരലുകൾ. അതുപോലെ തന്നെ ഓരോരോ മക്കൾ അടങ്ങിയിരിക്കുന്ന അവരുടെ കലാവാസനകൾ അത് എന്താണ് എന്ന് അതിനെ പ്രകടിപ്പിക്കാനും പുറത്തു കൊണ്ടുവരുവാനും സാധിക്കുന്ന അതിനു വേണ്ടി ഒരു സന്ദർഭം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്, ഒരു ചാൻസ് നൽകുക എന്നുള്ളത് ആ മക്കളെ പഠിപ്പിക്കുന്ന ട്രസ്റ്റിന്റെയും സ്ഥാപനത്തിന്റെയും അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ഉസ്താദുമാരുടെയും അവർക്ക് സംരക്ഷണം നൽകുന്ന രക്ഷിതാക്കളുടെയും പാരന്റ്സിന്റെയും ഉത്തരവാദിത്തമാണ്. അത് മദ്രസയിലാവട്ടെ, ഹൈസ്കൂളിലാവട്ടെ, അല്ല മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാവട്ടെ, ഏത് തരത്തിലും മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു പെണ്ണാവട്ടെ അല്ല ഒരു ആൺകുട്ടിയാവട്ടെ, അവരുടെ ഉള്ളിലുള്ള അവരുടെ ആ കലാവാസന അത് എന്ത് എന്ന് മനസ്സിലാക്കി ആ പ്രതിഭയെ പുറത്തു കൊണ്ടുവന്നു. വലിയ പ്രസംഗികനായിരിക്കാം, വലിയ എഴുത്തുകാരനായിരിക്കാം, നിരൂപകനായിരിക്കാം, ലേഖകനായിരിക്കാം, വലിയ വാഴ് പറയുന്ന ആളായിരിക്കാം, അതല്ല എങ്കിൽ വലിയ സാമൂഹിക സേവകനായിരിക്കാം, രാഷ്ട്രീയക്കാരനായിരിക്കാം, ചിന്തകനായിരിക്കാം, വലിയ ഖിറാഅത്തുകാരനായിരിക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ട് പല വാസനകളും നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നാളത്തെ പ്രതിഭകളാണ് നമ്മുടെ ഈ ഇരിക്കുന്ന കൊച്ചുമക്കളെല്ലാം. നാളത്തെ വളർന്നു വരുന്ന വലിയ പ്രസംഗികന്മാരാണ്, വലിയ എഴുത്തുകാരാണ്, വലിയ രാഷ്ട്രീയ പ്രവർത്തകന്മാരാണ്, വലിയ തത്വചിന്തകന്മാരാണ്, വലിയ സയന്റിസ്റ്റുകാരാണ്, വലിയ ശാസ്ത്രജ്ഞന്മാരാണ്, വലിയ നേതാക്കളാവേണ്ടവരാണ്, പഞ്ചായത്ത് മെമ്പർ ആവേണ്ടവരാണ്, പ്രസിഡന്റ് ആവേണ്ടവരാണ്, MLA ആവേണ്ടവരാണ്, MP ആവേണ്ടവരാണ്, മന്ത്രിമാരാവേണ്ടവരാണ്. അങ്ങനെ ദുന്യവിയായ വലിയ സ്ഥാനമാനങ്ങളെല്ലാം കൈയടക്കി ഈ സമൂഹത്തിന്റെ സേവകന്മാരായി മാറേണ്ട ഈ കൊച്ചു മക്കള്, ആ മക്കൾക്ക് നാം നൽകേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്, ജവാബുദാരിയാണ്. മക്കളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കലാവാസനകൾ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത്
പ്രചോദനം നൽകി അവർക്ക് വേണ്ട എല്ലാ കഴിവുകളും അവർക്ക് നാം വകവെച്ചു കൊടുത്ത് നാളത്തേക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുക എന്നുള്ള ദൗത്യം ഈ സ്ഥാപനത്തിന്റെയും അതുപോലെ ഇവിടുത്തെ മുഴുവൻ ഉസ്താദുമാരുടെയും അതുപോലെ മാഷുമാരുടെയും ടീച്ചർമാരുടെയും ഈ ഒത്തുകൂടിയ മുഴുവൻ പാരന്റ്സുമാരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1498-ാം ജന്മദിനമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. പ്രവാചകന്റെ വരവ് തന്നെ, ആഗമനം തന്നെ ഇരുട്ടിൽ നിന്നും തമസിൽ നിന്നും ഇരുട്ടിൽ മൂടിപ്പുടച്ച് കടന്നിരുന്ന ഒരു സമൂഹത്തിനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകൻ. അഥവാ വിജ്ഞാനമില്ലാതെ, എഡ്യൂക്കേഷൻ ഇല്ലാതെ, ന്യായം എന്തെന്നറിയാതെ, ഹക്കെന്താണെന്നറിയാതെ, മിഥ്യ എന്താണെന്നറിയാതെ, സത്യം എന്താണെന്നറിയാത്ത ഒരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, അഥവാ കാട്ടാളന്മാരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന പ്രവാചകൻ. അഥവാ ഇൽമില്ലാത്ത പാമരന്മാരെ ഈ വിജ്ഞാനത്തിന്റെ നെറുംകൊടിയിൽ എത്തിച്ച കാരുണ്യത്തിന്റെ കടലായ, ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഉടമയായ, ഏറ്റവും വലിയ തത്വചിന്തകനായ, ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമായ, ഏറ്റവും വലിയ എല്ലാ സ്ഥാനമാനങ്ങളും കൈവരിച്ച, സർവവിജ്ഞാനികൾക്കും വിജ്ഞാനം പകർന്നു കൊടുത്ത, സർവ സയന്റിസ്റ്റുകാർക്കും സയൻസ് പഠിപ്പിച്ചു കൊടുത്ത, സർവ ഭൂഗോള ശാസ്ത്രജ്ഞന്മാർക്കും ഗോളശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത, സർവ ഭൂമി ശാസ്ത്രജ്ഞന്മാർക്കും ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത, സർവ ഡോക്ടർമാർക്കും ഡോക്ടറേറ്റ് നേടിക്കൊടുത്ത, സർവ വിജ്ഞാനത്തിന്റെ സാഗരമായ അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് സർവ വിജ്ഞാനത്തിന്റെ സാഗരം. ആ ഹബീബിനെ അറിയാത്ത ഒരു ലാംഗ്വേജ് ഇല്ല, മറ്റുള്ള ഭാഷകളില്ല, ശാസ്ത്രമില്ല, ഒരു സബ്ജക്റ്റുമില്ല. ആ ഹബീബാണ് ലോകത്ത് വെച്ച് ഏറ്റവും വലിയ വിജ്ഞാനി. അല്ലമക മാലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അലീമാ. അങ്ങേക്കില്ലാത്ത ഒരു വിജ്ഞാനത്തിന്റെ ഒരു അംശവുമില്ല നബിയെ, ഒരു ഭാഗം ഇനി ഒഴിഞ്ഞിട്ടില്ല. അങ്ങാണ് എല്ലാ വിജ്ഞാനത്തിന്റെ സാഗരം. നമുക്കറിയാം, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം, അത് സ്റ്റേറ്റ്, അതുപോലെ തന്നെ CBSE ആയിട്ടും അതിന്റെ മുകളിൽ ഇന്റർനാഷണൽ സിലബസ് ആയിട്ടുമെല്ലാം ലോകത്ത് നാനാ ഭാഗങ്ങളിലും കലാലയങ്ങള് വളർന്നു വന്നിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയമുള്ള ശ്രോതാക്കള്, എന്റെ പാരന്റ്സ് ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോവാൻ പാടില്ല. 1498-ാം ജന്മദിനം കൊണ്ടാടുന്ന, അഥവാ 1500ഓളം വർഷമായി ഈ ഉമ്മത്ത് ഇന്നും ഒരു കൊല്ലത്തെ മീലാദ് ഫെസ്റ്റിനും ഒരു കംപ്ലൈന്റും വരുത്താതെ, ഒരു മങ്ങലും വരാതെ, ഒരു വീക്കൻസും വരാതെ, നല്ല നിലക്ക് ഓരോ വർഷത്തിനേക്കാളും മറ്റുള്ളൊരു വർഷം പുരോഗതിയെക്കാളും പുരോഗതിയിൽ നമ്മളെല്ലാം ഈദ് മീലാദ് നടത്തുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിനെ കുറിച്ച് നാം ഇപ്പോൾ വലിയ വിജ്ഞാനികളാണ്, എല്ലാ നിലക്കും അറിവുള്ളവരാണ്. ആ നേതാവിന് അല്ലെങ്കിൽ അവിടുത്തെ സമൂഹത്തിന് ഒന്നും അറിയാത്തവരാണ് എന്ന് നാം തെറ്റിദ്ധരിച്ചു പോവാൻ പാടില്ല. നമ്മുടെ എല്ലാം എഡ്യൂക്കേഷനിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഒന്നും ആരുമല്ല, നമ്മളെ വിജ്ഞാനമൊന്നും ഒരു വിജ്ഞാനമല്ല, നമ്മളെ എഡ്യൂക്കേഷൻ ഒന്നും ഒരു എഡ്യൂക്കേഷൻ അല്ല. സർവ എഡ്യൂക്കേഷന്റെ വിജ്ഞാന കോശമാണ് പവിത്രമായ ഖുർആൻ, അതേ വിശുദ്ധമായ ഹദീസ്. അതിനെല്ലാം കാരണക്കാരനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് രണ്ടക്ഷരം ഇംഗ്ലീഷ് പറയാലോ, ഉറുദു പറയാലോ, ഹിന്ദി പറയാലോ, ഫാർസി പറയാലോ, സംസ്കൃതം പറയാലോ, മറ്റെന്തെങ്കിലും ഒരു ശാസ്ത്ര രംഗത്ത് അവർ ഡിഗ്രി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒന്നിനും കൊള്ളാത്തവരാണ് ആലിമീങ്ങള്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അമ്പിയാക്കള്, മുർസലീങ്ങള്. ഒന്നും നമ്മളൊന്നും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നിനക്ക് സർവ്വ വിജ്ഞാനം പഠിപ്പിച്ചു തരാനും എല്ലാ വിജ്ഞാനത്തിന്റെയും കാരണക്കാരൻ അതാണ് നമ്മുടെ നേതാവ് മുഹമ്മദ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തുകയാണ്. ആ ഒരു ഹബീബാണ് നമുക്ക് വിജ്ഞാനത്തിന്റെ തുടക്കം കുറിച്ചു തന്നത്. മദീനത്തെ പള്ളിയില് ഇന്നും ഉംറക്ക് പോയാൽ കാണാം, അവിടെ ഒരു തിട്ടയുണ്ട്, അവിടെ ഒരു സ്റ്റെപ്പ് കാണാം. ആ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട്, ആ ഒരു തിട്ടയിൽ ഇരുന്നു കൊണ്ട് ഇൽമു പകർന്നു കൊടുത്ത ആദ്യത്തെ അധ്യാപകൻ, ആദ്യത്തെ മാഷ്, ആദ്യത്തെ ടീച്ചർ, ആദ്യത്തെ മുദർരിസ്, ആദ്യത്തെ മുഅല്ലിം, ആദ്യത്തെ സദർ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അലിഫ് പഠിപ്പിച്ചു കൊടുത്ത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത്, ഭാഷകൾ പഠിപ്പിച്ചു കൊടുത്ത്, ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത്, സയൻസ് പഠിപ്പിച്ചു കൊടുത്ത്, കെമിസ്ട്രി പഠിപ്പിച്ചു കൊടുത്ത്, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിച്ചു കൊടുത്ത ഒരു നേതാവ് ലോകത്തുണ്ട് എങ്കിൽ എന്റെ രക്ഷിതാക്കളെ അത് ഒരേ ഒരു നേതാവ് മാത്രമല്ല ഏത് രംഗങ്ങളിലും വിജ്ഞാനമുള്ളവൻ വിജ്ഞാനമില്ലാത്തവർക്ക് ഇൽമു പകർന്നു കൊടുക്കട്ടെ എന്ന് വളരെയധികം അതിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച, അതിന് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു നേതാവാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. വിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള വിജ്ഞാനികളും അറിവില്ലാത്ത പാമരന്മാരും ഒരുപോലെയാണോ? അല്ല, ഒരിക്കലുമല്ല. അറിവുള്ളവർക്ക് വല്ലാത്ത സ്ഥാനമാനമുണ്ട്. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇവിടെ ധാരാളം ജമാലാബാദ് കാട്ടില് കുറെ മൃഗങ്ങളുണ്ട്. അവരാരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാറില്ല, സ്കൂളിൽ പോവാറില്ല, ബാലവാടിയിൽ പോവാറില്ല, അതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവാറില്ല, മറ്റ് സർക്കാരിന്റെ കോളേജിൽ പോവാറില്ല. മറിച്ച് ആരാ വരുന്നത്? അത് മനുഷ്യ മക്കളാണ്. കാരണം അവർക്കുള്ള ബുദ്ധി കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ ബുദ്ധി കൊണ്ട് കരഗതമാക്കാൻ, എഡ്യൂക്കേഷൻ കരഗതമാക്കാൻ ഈ മനുഷ്യ മക്കൾ തയ്യാറാവണം. അപ്പോഴാണ് ഈ മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. മനുഷ്യത്വം മരവിക്കാത്ത മനസ്സിന്റെ ഉടമകളായി, ആരോടും ദയയുള്ള, ആരോടും സ്നേഹമുള്ള, ആരോടും വൈരാഗ്യമില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, ചൊടിയില്ലാത്ത, ചതിവെക്കാത്ത ഒരു മനസ്സിന്റെ ഉടമ നമ്മൾ ആവണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അത് ഏറ്റവും വലിയ നിർബന്ധമാണ്. ബോംബുകൾ നിർമ്മിക്കാനല്ല, സ്കഡ് മിസൈലുകൾ നിർമ്മിക്കാനല്ല, AK-47 നിർമ്മിക്കാനല്ല, ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കാനല്ല, ടാങ്കറുകൾ നിർമ്മിക്കാനല്ല, ഒരു ടെററിസ്റ്റുകാരനാവാനല്ല. യഥാർത്ഥത്തിൽ വിജ്ഞാനം, എഡ്യൂക്കേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് മറിച്ച് മനുഷ്യനായി കാണാൻ, ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശ ഭേദമന്യേ ഈ ഇന്ത്യ രാജ്യത്ത് എന്നല്ല, ഈ അണ്ടകടാഹത്തിൽ ജീവിക്കുന്ന സർവ്വ മനുഷ്യ മക്കളും അതെല്ലാം ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ഒരു അച്ഛന്റെയും ഒരു അമ്മയുടെയും ഒരു ഫാദറിന്റെയും ഒരു മദറിന്റെയും മക്കളാണ് എന്നുള്ള ബോധോദയം നമ്മുടെ കൽബിൽ വരണമെങ്കിൽ അത് യഥാർത്ഥത്തിൽ കൾച്ചറുള്ള വിജ്ഞാനം, എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. കൾച്ചറുള്ള എഡ്യൂക്കേഷൻ അഥവാ സംസ്കാരമുള്ള എഡ്യൂക്കേഷൻ. ധാരാളം കലാലയങ്ങളുണ്ട്, ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ അതിലൊന്നും കൾച്ചർ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം മക്കള്, ഇസ്ലാമിന്റെ മക്കള്, ഇസ്ലാമിൽ പിറന്ന മക്കള് അവർ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് വേണ്ടത് കേവലം എഡ്യൂക്കേഷൻ അല്ല, മറിച്ച് ക്ലാരിറ്റിയുള്ള, ക്വാളിഫിക്കേഷനുള്ള, അത് കൾച്ചറുള്ള എഡ്യൂക്കേഷനാ വേണ്ടത്. മനുഷ്യനായി കാണാൻ, ഉമ്മയായി കാണാൻ, വാപ്പയായി കാണാൻ, ഹിന്ദുവിനെ ഹിന്ദുവായി കാണാൻ, ക്രിസ്ത്യാനിയായി കാണാൻ, മുസ്ലിമാനായി കാണാൻ, ജൈനനായി കാണാൻ, ഇന്ത്യ രാജ്യത്തുള്ള സർവ്വ മനുഷ്യ മക്കളെയും മനുഷ്യരായി കാണാൻ, മനുഷ്യത്വം മരവിക്കാത്ത, നിരപരാധികളെ അറുകൊല ചെയ്യുമ്പോഴും പാവങ്ങളെ മുഴുവനും അവിടെ വേട്ടയാടുമ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന പാവങ്ങളെ മുഴുവനും കണ്ണീര് കുടിക്കുന്നത് കാണുമ്പോഴും ദയയുള്ള കൽബിന്റെ ഉടമകളായി മാറണം. അതെ, സ്നേഹമുള്ള കൽബിന്റെ ഉടമകളായി മാറണം. അതിനാണ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. മറിച്ച് ടെററിസ്റ്റുകാരനാവാനല്ല, ഒരു ഭീകരവാദി ആവാനല്ല, ഒരു ഉഗ്രവാദി ആവാനല്ല നാം എഡ്യൂക്കേഷൻ നേടേണ്ടത്. അതെ, കൾച്ചറുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അൽഹംദുലില്ലാഹ്, സ്റ്റാർ ലൈൻ അതിന്റെ പേര് തന്നെ നോക്കുമ്പോൾ അതൊരു വിജയത്തിന്റെ നെറുകരയാണ്, വിജയത്തിന്റെ വരയാണ്. അതാണ് നമുക്ക് വേണ്ടത്. എന്റെ പേരൻസുമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് മത ഭൗതികമായ രണ്ടും വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് കൾച്ചറുള്ള വർഗമായി ആരാണ് രക്ഷിതാക്കള്, ആരാണ് വീട്ടിലുള്ള കുടുംബക്കാര്, ആരാണ് അയൽവാസികള്, ആരാണ് മുതിർന്നവർ, ആരാണ് ഗുരുവര്യന്മാര്, ആരാണ് നിന്റെ അയൽപക്കത്ത് ജീവിക്കുന്ന ഹൈന്ദവരാരാണ്, നിന്റെ അയൽപക്കത്ത്
ജീവിക്കുന്ന മറ്റ് മതസ്ഥരാരാണ്, അവരോട് എങ്ങനെയാണ് നീ മൂവ്മെന്റ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് നീ സഹവർത്തനം നടത്തേണ്ടത് എന്നുള്ള ബോധോദയമുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം, ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം, ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം, ഒരു ദയയുള്ള അന്തരീക്ഷം, ആ അന്തരീക്ഷം പഠിപ്പിക്കുന്ന കലാലയമാണ് ഈ സമൂഹത്തിന് അത്യാവശ്യമുള്ളത്. അതാണ്, അവിടെയാണ് നമ്മളെ മക്കളെ പറഞ്ഞേച്ച് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതല്ലാതെ കേവലം ഒരു വിജ്ഞാനിയായി മാറിയതിന്റെ പേരിൽ, ഒരു ഡിഗ്രി വാങ്ങിയതിന്റെ പേരിൽ മക്കളെ പ്രയോജനമാവുന്നില്ല. കാരണം കൾച്ചർ ഇല്ലാത്ത എഡ്യൂക്കേഷന് ഇന്ന് ലോകത്തെടുത്ത് പരിശോധിച്ചാൽ ആ എഡ്യൂക്കേഷൻ നേടിയ ഒരു വിജ്ഞാനിയെയും ഒരു എഡ്യൂക്കേറ്റഡിനെയും നമുക്ക് ഈ ലോകത്തിന് ഉപകാരമായി മാറിയിട്ടില്ല. അവൻ ഒരു നാളെ അവൻ ഒരു വലിയ ഉത്തരവാദിയായോ അല്ലെങ്കിൽ ഒരു പാൻ മസാലക്കോ അല്ല മറ്റേതെങ്കിലും ഒരു രണ്ടാവൃത്തിക്കോ ഒരു തോന്നിവാസിയായിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ അടിമപ്പെട്ട് ഈ ലോകത്തിന് മുഴുവനും ഈ സമൂഹത്തിന് മുഴുവനും ശാപമായിട്ട് മാറുകയാണ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിലല്ല. ഈ ബോംബ് വെക്കുന്നവരും ഈ കള്ളു കുടിക്കുന്നവരും ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കുമെല്ലാം എഡ്യൂക്കേഷൻ ഉണ്ട്, അതിന്റെ കുറവൊന്നുമില്ല. അവർക്കെല്ലാം ഭാഷ അറിയാം, അവർ ഡിഗ്രി വാങ്ങിയവരാണ്, അതിനൊരു കുറവുമില്ല. പക്ഷേ കൾച്ചർ ഇല്ല, സംസ്കാരമില്ല, എന്താണ് ബോധോദയം എന്നറിയില്ല. ഇത് പഠിപ്പിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച്, എന്റെ രക്ഷിതാക്കള് അല്ലേ, സർവ്വസാധാരണ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, മുസ്ലിങ്ങളുടെ സ്ഥാപനം നടത്തുമ്പോൾ അതിൽ കൾച്ചർ ഇല്ല, അതിൽ സംസ്കാരം ഇല്ല, അതിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ കിട്ടുന്നില്ല, അതിൽ കൂടുതൽ വിജ്ഞാനം കിട്ടുന്നില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ഈ സമൂഹത്തിൽ തുടക്കം കുറിച്ച ഏതെല്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ അതിലെല്ലാം നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് മറ്റുള്ള മതസ്ഥരിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നമ്മളെ മക്കളെ എങ്ങനെയാവണം എന്നുള്ള ബോധോദയം ഓരോരോ പേരൻസിനും ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹനീയമായ സദസ്സിനെ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്.